Dear students, welcome to Dopo classes. Today, I am going to discuss a very important +1 chemistry chapter, that is thermodynamics. Physical chemistry വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചാപ്റ്ററാണ് തെർമോഡൈനാമിക്സ്. നീറ്റ് എക്സാമിന് നല്ല ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ടോപ്പിക്കാണ് തെർമോഡൈനാമിക്സ്. ഒരുപാട് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഈ ചാപ്റ്ററിനകത്തുനിന്ന് എക്സാമിന് ചോദിക്കാറുണ്ട്. ബിഫോർ ദാറ്റ് ചാപ്റ്ററിൻ്റെ ഒരു ഓവറോൾ വ്യൂ ജസ്റ്റ് ഒന്ന് പറയാം. തെർമോഡൈനാമിക്സ് ചാപ്റ്ററിൽ പഠിക്കേണ്ട ടോപ്പിക്സ് മക്കൾ +1 പഠിച്ചു കാണും. ഒന്ന് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിസ്റ്റമാണ്. വേറൊന്ന് പഠിക്കേണ്ടത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോപ്പർട്ടീസ്. മെയിൻലി 2 ടൈപ്പ് പ്രോപ്പർട്ടി നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. ഒന്ന് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി, വേറൊന്ന് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി. വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, extensive properties. You see, extensive properties. Extensive property means properties which depend on amount of substance present in the system. Amount of matter ne depend ചെയ്യുന്ന പ്രോപ്പർട്ടിക്കാണ് എക്സ്റ്റെൻസീവ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, വോള്യം, internal energy, enthalpy, entropy, free energy, heat capacity, all these are example for extensive property. Dear students, you should remember all these example for extensive property. തെർമോഡൈനാമിക്സിലെ ഒരു ക്വസ്റ്റ്യൻ വരുന്ന പോയിൻ്റാണത്. യു സി, തെർമോഡൈനാമിക്സ് ചാപ്റ്ററിൽ പഠിക്കാനുള്ള മറ്റൊരു പ്രോപ്പർട്ടിയാണ് intensive properties. What is intensive property? Properties which are independent of the amount of matter but depends on nature of matter. Amount of matter ne depend ചെയ്യാത്ത പ്രോപ്പർട്ടീസിനെയാണ് intensive property എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ഡെൻസിറ്റി ഇൻറ്റൻസീവ് ആണ്, ടെമ്പറേച്ചർ ഇൻറ്റൻസീവ് ആണ്, പ്രഷർ ഇൻറ്റൻസീവ് ആണ്, ബോയിലിംഗ് പോയിന്റ് ഇൻറ്റൻസീവ് ആണ്, സർഫസ് ടെൻഷൻ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി, വിസ്കോസിറ്റി ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിയാണ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിയാണ്. ദെൻ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. റിമെമ്പർ, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിയാണ്. മക്കളെ, ഹീറ്റ് കപ്പാസിറ്റി ഏതാ? എക്സ്റ്റെൻസീവ് ആണ്. എന്നാൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി ഇൻറ്റൻസീവ് ആണ്. പലപ്പോഴും എക്സാമിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള 2 പോയിൻറ്റ്സുകളാണ് എക്സ്റ്റെൻസീവും ഇൻറ്റൻസീവും. യു സി, എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഫോർ യുവർ റിവിഷൻ. യു സി, സ്ക്രീനിൽ കാണുന്ന ക്വസ്റ്റ്യൻ ജസ്റ്റ് നോക്കിക്കേ. ഇൻ തെർമോഡൈനാമിക്സ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോപ്പർട്ടി ഈസ് നോട്ട് ആൻ ഇൻറ്റൻസീവ്? റിമെമ്പർ, നോട്ട് ആൻ ഇൻറ്റൻസീവ് മീൻസ് ഇറ്റ് ഈസ് എൻ എക്സ്റ്റെൻസീവ്. കമോൺ പ്ലീസ്, ജസ്റ്റ് നോക്കിക്കേ. പ്രഷർ, ടെമ്പറേച്ചർ, വോള്യം, ഡെൻസിറ്റി, വിച്ച് ഈസ് നോട്ട് ആൻ ഇൻറ്റൻസീവ്. ഈ 4 ഏതാണ് ഇൻറ്റൻസീവ് അല്ലാത്തത്? ഐ ടോൾഡ് യു വാട്ട് ഈസ് എക്സ്റ്റെൻസീവ്, വാട്ട് ഈസ് ഇൻറ്റൻസീവ്. വെരി ക്ലിയർ ആൻസർ, വോള്യം. വോള്യം ഏതിലാണ് വരിക? എക്സ്റ്റെൻസീവ് ആണ്. പ്രഷറും ടെമ്പറേച്ചറും ഡെൻസിറ്റിയും ഒക്കെ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിയാണ്. ക്ലിയർ? ഓക്കെ. നൗ യു സീ അനദർ പോയിന്റ്. തെർമോഡൈനാമിക്സ് ചാപ്റ്ററിൽ പിന്നീട് പഠിച്ചിരിക്കേണ്ട ഒരു പോയിന്റുകളാണ് വർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രോബ്ലം. ന്യൂമറിക്കൽ പ്രോബ്ലം ചോദിക്കുന്ന ഏരിയയാണ് വർക്കിൻ്റെ കാൽക്കുലേഷൻ. കാൽക്കുലേഷൻ ഓഫ് വർക്ക് ഡൺ. മക്കളെ, 2 ടൈപ്പ് വർക്ക് എക്സ്പ്രഷൻ പഠിക്കണം. ഒന്ന്, വർക്ക് ഡൺ ഇൻ ഇറിവേഴ്സിബിൾ പ്രോസസ്. വർക്ക് ഡൺ ഇൻ ഇറിവേഴ്സിബിൾ പ്രോസസ്. വേറൊന്ന്, വർക്ക് ഡൺ ഇൻ ഐസോതെർമൽ റിവേഴ്സിബിൾ പ്രോസസ്. നല്ല ശ്രദ്ധ വേണം, ഡോണ്ട് ബി കൺഫ്യൂസ്ഡ്. വർക്ക് ഡൺ ഇൻ ഇറിവേഴ്സിബിൾ പ്രോസസ്, യു സി ദ ഫോർമുല W = -P external into ഫൈനൽ വോള്യം മൈനസ് ഇനീഷ്യൽ വോള്യം. ഇതാണ് ഇറിവേഴ്സിബിൾ പ്രോസസ്സിൽ വർക്കിൻ്റെ എക്സ്പ്രഷൻ. നല്ല ന്യൂമറിക്കൽ പ്രോബ്ലം എക്സാമിന് ചോദിക്കുന്ന ഏരിയയാണ്, മാറിപ്പോവരുത്. വർക്ക് ഡൺ ഇൻ
ഇറിവേഴ്സിബിൾ പ്രോസസ് എന്താ ഫോർമുല? W ഈക്വൽ ടു മൈനസ് പി എക്സ്റ്റേണൽ ഇൻറ്റു ഫൈനൽ വോള്യം മൈനസ് ഇനീഷ്യൽ വോള്യം. ഇതിൽ പ്രോബ്ലം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, സപ്പോസ് പ്രഷർ അത് അറ്റ്മോസ്ഫിയറിലാണ് തന്നത്, ജസ്റ്റ് ഇമാജിൻ. വോള്യം യൂണിറ്റ് ലിറ്ററിലാണ് തന്നത്. നോ യു റിമെമ്പർ യൂണിറ്റ് ഓഫ് വർക്ക് വിൽ ബി ഇൻ ലിറ്റർ അറ്റ്മോസ്ഫിയർ, ഇല്ലേ? ശരിയല്ലേ? പ്രഷർ അറ്റ്മോസ്ഫിയറിലും വോള്യം ലിറ്ററിലുമാണ് തരുന്നതെങ്കിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വർക്കിൻ്റെ യൂണിറ്റ് ഏതിൽ കിട്ടും? ലിറ്റർ അറ്റ്മോസ്ഫിയറിൽ കിട്ടും. ബട്ട് വി നോ വൺ തിങ്, വർക്കിൻ്റെ SI യൂണിറ്റ് എന്താ? ജൂളാണ്. അപ്പോൾ നമ്മുടെ ഫൈനൽ റിസൾട്ടിനെ ജൂളിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ടി വരും. ഫോർ ദാറ്റ് പർപ്പസ് യു റിമെമ്പർ 1 ലിറ്റർ അറ്റ്മോസ്ഫിയർ 101.3 ജൂൾ. മക്കളെ ഈ റിലേഷൻ മറന്നു പോകരുത്. 1 ലിറ്റർ അറ്റ്മോസ്ഫിയർ 101.3 ജൂളാണ്. ഇതാണ് വർക്ക് ഡൺ ഇൻ ഇറിവേഴ്സിബിൾ പ്രോസസ്സിൽ പഠിക്കേണ്ടത്. ബട്ട് യു സി 1 കാലറി നിങ്ങൾക്ക് പഠിക്കാൻ ചാൻസ് ഉണ്ട്. 1 കാലറി ഹൗ മെനി ജൂൾ? 4.2 ജൂൾ. 1 ലിറ്റർ അറ്റ്മോസ്ഫിയർ 101.3 ആണ്. 1 കാലറി 4.2 ജൂളാണ്. യു സി 1 egg ഹൗ മെനി ജൂൾ? 10 raised to minus 7 ജൂളാണ്. 1 egg 10 raised to minus 7 ജൂളാണ്. 1 electron volt how many joule? 1.6 into 10 raised to minus 19 joule. You see different energy values. Consider 1 liter atmosphere, 1 calorie, 1 air, 1 electron volt. You see which represent highest amount of energy? Very clear. You see dears, you see 1 liter atmosphere, 1 calorie, 1 air, 1 electron volt. Which represent highest amount of energy? It's very clear. 1 liter atmosphere is the greatest amount. 1 liter atmosphere. Okay, then comes 1 calorie. Then 1 erg, 1 electron volt. It's the correct decreasing order of energy. 1 year Kerala Intensile കീം എക്സാമിന് ഇതായിരുന്നു ക്വസ്റ്റ്യൻ. ഈ 4 യൂണിറ്റ്സ് കൊടുത്തിട്ട് വിച്ച് ഈസ് ദ കറക്റ്റ് ഡിക്രീസിങ് ഓർഡർ ഓഫ് എനർജി എന്നാണ് ചോദിച്ചത്. 1 ലിറ്റർ അറ്റ്മോസ്ഫിയർ, 1 കാലറി, 1 എയർ, 1 ഇലക്ട്രോൺ വോൾട്ട്. യു റിമെമ്പർ വർക്ക് ഡൺ ഇൻ ഇറിവേഴ്സിബിൾ പ്രോസസ്സിൻ്റെ ഫോർമുല മൈനസ് പി എക്സ്റ്റേണൽ ഇൻറ്റു ഫൈനൽ വോള്യം മൈനസ് ഇനീഷ്യൽ വോള്യം. നൗ യു സീ വർക്ക് ഡൺ ഇൻ isothermal reversible process. Work done in isothermal reversible process. അതിൻ്റെ എക്സ്പ്രഷൻ റിമെമ്പർ W ഈക്വൽ ടു മൈനസ് 2.303 nRT ലോഗ് ഫൈനൽ വോള്യം മൈനസ് ഇനീഷ്യൽ വോള്യം. നമുക്ക് ഈ ചാപ്റ്ററിൽ 2 ടൈപ്പ് വർക്ക് എക്സ്പ്രഷൻ ഉണ്ട്. ഒന്ന് ഞാൻ പറഞ്ഞു വർക്ക് ഡൺ ഇൻ ഇറിവേഴ്സിബിൾ പ്രോസസ്, അനദർ വർക്ക് ഡൺ ഇൻ ഐസോതെർമൽ റിവേഴ്സിബിൾ പ്രോസസ്. യു സി മൈനസ് 2.303 nRT ലോഗ് ഫൈനൽ വോള്യം മൈനസ് ഇനീഷ്യൽ വോള്യം. അതിൽ വാട്ട് ഈസ് എൻ വെരി ക്ലിയർ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസ്. N സ്റ്റാൻഡ്സ് ഫോർ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസ് ആണ്. R നിങ്ങൾക്കറിയാം യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്, T ടെമ്പറേച്ചർ, VF ഫൈനൽ വോള്യം, VI ഇനീഷ്യൽ വോള്യം. ക്ലിയർ? ഇനി മക്കളെ ന്യൂമറിക്കൽസ് സോൾവ് ചെയ്യുമ്പോൾ കാൽക്കുലേഷൻ സ്പീഡാവാൻ ഞാൻ ചില പോയിൻറ്റ്സുകൾ പറഞ്ഞുതരാം. ഒന്ന് മക്കൾ ശ്രദ്ധിച്ചിരിക്കണം. അതിൽ ഒരു പോയിൻ്റ് 2.303 ഇൻറ്റു 298. അധിക ക്വസ്റ്റ്യനിലും ടെമ്പറേച്ചർ 298 കൊടുക്കാറ്. ഇതിൻ്റെ റിസൾട്ട് 686 ആണെന്ന് നിങ്ങൾ മെമ്മറൈസ് ചെയ്താൽ നിങ്ങൾക്ക് ഒത്തിരി സമയം എക്സാമിന് സേവ് ചെയ്യാൻ പറ്റും. 2.303 ഇൻറ്റു 298 എന്ന റിസൾട്ട് 686 ആണ്. ഇനി പിന്നെ അധികം കാണുന്ന ടെമ്പറേച്ചർ 300 ആയിരിക്കും. 2.303 ഇൻറ്റു 300 ആകുമ്പോൾ അത് 690 എന്ന് കൊടുത്താൽ മതി. ഈ 2 വാല്യൂസ് നിങ്ങളൊന്ന് മെമ്മറൈസ് ചെയ്താൽ ഒരുപാട് ടൈം എക്സാമിന് സേവ് ചെയ്യാം. 2.303 ഇൻറ്റു 298 686 എന്നാണ്. പിന്നെ 2.303 ഇൻറ്റു 300 ആണെങ്കിൽ 690 എന്ന് കൊടുക്കാം. അപ്പോൾ ഈ ഫോർമുലയിൽ നിങ്ങൾക്കത് യൂസ്ഫുൾ ആവും. പിന്നെ ഒരു ട്രിക്ക് പറഞ്ഞുതരാം.
ആർട്ടിൻ്റെ വാല്യൂ, അതായത് ഗ്യാസ് കോൺസ്റ്റൻറ്റ് ഇൻറ്റു ടെമ്പറേച്ചർ. ഇഫ് ടെമ്പറേച്ചർ ഈസ് 298, റിമെമ്പർ ഇറ്റ്സ് റിസൾട്ട് 2.47 കിലോ ജൂൾ. മക്കളെ, തെർമോഡൈനാമിക്സ് ചാപ്റ്ററിൽ ഒരുപാട് ഷോർട്ട് കട്ട് മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ഒരുപാട് ഷോർട്ട് കട്ട് മെത്തേഡ് പഠിച്ചാൽ എക്സാമിന് ഒത്തിരി ടൈം നമുക്ക് സേവ് ചെയ്യാം. അപ്പോൾ ആർ എന്ന് പറഞ്ഞാൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്. അതിൻ്റെ വാല്യൂ നിങ്ങൾക്കറിയാം 8.314 ആണ്. അപ്പോൾ 8.314 ഇൻറ്റു 298 എക്സാം ഹാളിൽ ഇരുന്ന് അത്രയും പ്രോബ്ലം ചെയ്യുമ്പോൾ ഒരുപാട് ടൈം എടുക്കും. പകരം യു റീകോൾ RT വാല്യൂ ഹൗ മച്ച് 2.47 കിലോ ജൂൾ. ഇൻ മോസ്റ്റ് കേസ് temperature will be 298. So it is very easy. RT equal to 2.47. Now suppose പിന്നെ ഒരു ടെമ്പറേച്ചർ 300 പിന്നെ അധികം ചാൻസ് കാണാം. അപ്പോൾ നിങ്ങളത് 2.5 കിലോ ജൂൾ എടുത്താൽ മതി. ക്ലിയർ? അപ്പോൾ വർക്ക് ഡൺ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഷോർട്ട് കട്ട് നിങ്ങൾ ഓർക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞത് ജസ്റ്റ് ഓർക്കുക, 2 ടൈപ്പ് വർക്ക് ഉണ്ട്. ഇറിവേഴ്സിബിൾ പ്രോസസ്സിലും ദെൻ വർക്ക് ഡൺ ഇൻ ഐസോതെർമൽ പ്രോസസ്സും. യു സി വൺ ക്വസ്റ്റ്യൻ, കൺസിഡർ ദിസ് ക്വസ്റ്റ്യൻ. നോക്കൂ, സ്ക്രീനിൽ കാണുന്ന ക്വസ്റ്റ്യൻ മക്കൾ ജസ്റ്റ് നോക്കിക്കേ. വാട്ട് വിൽ ബി ദ വർക്ക് ഡൺ വെൻ 1 mole of gas expand isothermally, you see isothermally, from 15 liter to 50 liter against a pressure of 1 atm. വർക്ക് ഡൺ കാണണം. ഏതാ പ്രോസസ് നോക്കിക്കേ? ഐസോതെർമൽ പ്രോസസ്സാണ്. യു സി വർക്ക് ഡൺ ഇൻ ഐസോതെർമൽ പ്രോസസ്. ഞാൻ ജസ്റ്റ് പറഞ്ഞു, ഐസോതെർമൽ പ്രോസസ്സിൽ വർക്കിൻ്റെ എക്സ്പ്രഷൻ എന്താ? W ഈക്വൽ ടു മൈനസ് 2.303 nRT log ഫൈനൽ വോള്യം ഡിവൈഡഡ് ബൈ ഇനീഷ്യൽ വോള്യം. ജസ്റ്റ് ഇതിനകത്തൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നോക്കിക്കേ, മൈനസ് 2.303 ഇൻറ്റു n നമ്പർ ഓഫ് മോൾസ്. യു സി വെരി ക്ലിയർ, ഇറ്റ് ഈസ് ഗിവൺ ദ 1 mole ആണ്. നമ്പർ ഓഫ് മോൾ 1 ആണ്. ഇൻറ്റു ദെൻ യു സി ഓൾ ഓപ്ഷൻസ് ആർ ഇൻ കാലറി. മക്കൾ നോക്കിക്കേ, എല്ലാ ഓപ്ഷനും കാലറിയിലാണ്. അപ്പോൾ ഗ്യാസ് കോൺസ്റ്റൻറ്റ് വാല്യൂ കാലറിയിൽ എത്രയാ? 2 എന്നാണ് എടുക്കേണ്ടത്. കാലറിയിൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് വാല്യൂ 2 ആണ്. 2 ഇൻറ്റു ടെമ്പറേച്ചർ 25 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതിനെ കെൽവിനിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 298 സെൽഷ്യസ് കെൽവിനാക്കാൻ എന്ത് യുനോ 273 ആഡ് ചെയ്യാം. നൗ ലോഗ് ഫൈനൽ വോള്യം യു സി 50, ഇനീഷ്യൽ വോള്യം 15. ഇനി നമുക്ക് ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യണം. നോക്കിക്കേ, 2.303. യു സി ഐ ടോൾഡ് യു 2.303. ഈ റിസൾട്ട് നോക്കൂ, 2.303 ഇൻറ്റു 298. എന്താ അതിൻ്റെ ഷോർട്ട് കട്ട് എന്ന് ഓർത്തേ? 2.303 ഇൻറ്റു 298 അതിൻ്റെ ഷോർട്ട് കട്ടാണ് 686. ക്ലിയർ? ഇൻറ്റു 2. ദാ ഈ 2 ആണ് എഴുതിയത്. ദെൻ ലോഗ് 15/15. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ യു സി ഈ ലോഗ് 15/15 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കതിനെ ഇങ്ങനെ എഴുതാമല്ലോ, ലോഗ് 10 ഡിവൈഡഡ് ബൈ 3 എന്ന് എഴുതാം. 50യെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 10 ആയി, 15നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 3 ആയി. അപ്പോൾ ലോഗ് 10/3. ആ ലോഗ് 10/3 മക്കൾ, ആ ലോഗ് 10/3 ഒന്ന് സിംപ്ലിഫൈ ചെയ്യണം. നോക്കൂ, ലോഗ് 10/3 വി നോ ലോഗ് a/b. വാട്ട് ഈസ് ലോഗ് a/b? ലോഗ് a/b ഈക്വൽ ടു ലോഗ് a മൈനസ് ലോഗ് b എന്നല്ലേ? അപ്പോൾ ലോഗ് 10/3 ഈക്വൽ ടു വാട്ട്? ലോഗ് 10 മൈനസ് ലോഗ് 3. എത്ര ലോഗ് 10 വാല്യൂ? 1 ആണ്. ലോഗ് 3ൻ്റെ വാല്യൂ 0.48 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.52. മക്കളെ, തെർമോഡൈനാമിക്സ് ചാപ്റ്റർ പഠിക്കുമ്പോൾ മിനിമം ലോഗ് 2ൻ്റെ വാല്യൂ പഠിക്കുക 0.3 ആണ്. പിന്നെ ലോഗ് 3യുടെ വാല്യൂ 0.48. ഈ 2 വാല്യൂ മസ്റ്റാണ് ഒന്ന് പഠിച്ചിരിക്കണം, ലോഗ് 2ഉം ലോഗ് 3യും. അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലത്തിൽ ലോഗ് 10/3ൻ്റെ വാല്യൂ 0.52 എന്ന് കിട്ടി. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, 0.52. യു സി 686. You see there is a negative sign. -686 into
2 × 0.52. ഇനി അതൊന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഫൈനൽ റിസൾട്ട് കിട്ടും. സോ യു റിമെമ്പർ ഐ ടോൾഡ് യു എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ 686 × 2 × 0.52. അത് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിസൾട്ട് അറൗണ്ട് -718 എന്ന് കിട്ടും. -718 കാലറി. ഞാൻ പറഞ്ഞത് തെർമോഡൈനാമിക്സ് ചാപ്റ്ററിൽ ന്യൂമറിക്കൽ പ്രോബ്ലം അതിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതിൽ വരുന്ന ഒരു ക്വസ്റ്റ്യനാണ് വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ. 2 ടൈപ്പ് വർക്ക് ഡൺ ഞാൻ പറഞ്ഞു. വർക്ക് ഡൺ ഇൻ ഇറിവേഴ്സിബിൾ പ്രോസസ്സും വർക്ക് ഡൺ ഇൻ ഐസോതെർമൽ റിവേഴ്സിബിൾ പ്രോസസ്സും. ഓക്കെ, യു സീ ദിസ് ക്വസ്റ്റ്യൻ. നോക്കൂ, ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കേ. യെസ്, വർക്ക് ഡൺ ഡ്യൂറിങ് ദ എക്സ്പാൻഷൻ ഓഫ് ഗ്യാസ് ഫ്രം 4 dm³ to 6 dm³ against a constant external pressure of 3 atm. മക്കൾ, ഈ പ്രോബ്ലത്തിൽ ഐസോതെർമൽ റിവേഴ്സിബിൾ എന്ന് മെൻഷൻ ചെയ്യുന്നേ ഇല്ല. പ്രോസസ്സിൻ്റെ നെയിം പറഞ്ഞിട്ടേ ഇല്ല. ദാറ്റ് സിംപ്ലി റിമെമ്പർ ഇറ്റ് ഈസ് ഇറിവേഴ്സിബിൾ പ്രോസസ്. ഐസോതെർമൽ റിവേഴ്സിബിൾ ആണെങ്കിൽ അത് ക്വസ്റ്റ്യനിൽ സ്പെസിഫിക് ആയിട്ട് പറയും. അത് പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ ഓർക്കുക അത് ഇറിവേഴ്സിബിൾ പ്രോസസ്സാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇറിവേഴ്സിബിൾ പ്രോസസ്സിൽ വർക്ക് കാണാനുള്ള ഫോർമുല ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. dm³ എന്ന് പറഞ്ഞാൽ മക്കൾ ഓർക്കുക ലിറ്ററാണ്. dm³ എന്ന് പറഞ്ഞാൽ ലിറ്ററാണ്. എന്താ വർക്കിൻ്റെ ഫോർമുല? ഇറിവേഴ്സിബിൾ പ്രോസസ്സിൽ വർക്കിൻ്റെ ഫോർമുല ഓർത്തെ മൈനസ് എക്സ്റ്റേണൽ പ്രഷർ ഇൻറ്റു ഫൈനൽ വോള്യം മൈനസ് ഇനീഷ്യൽ വോള്യം. അതാണ് ഇക്വേഷൻ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മൈനസ് എക്സ്റ്റേണൽ പ്രഷർ വെരി ക്ലിയർ 3 atmosphere ആണ്. 3 atmosphere. ഫൈനൽ വോള്യം നോക്കൂ 6 ആണ്. ഇനീഷ്യൽ വോള്യം 4 ആണ്. യൂണിറ്റ് ലിറ്ററാണ്. സോ -3 × 2 ലിറ്റർ അറ്റ്മോസ്ഫിയർ. നോക്കൂ, -3 × 2 ലിറ്റർ അറ്റ്മോസ്ഫിയർ. ദാറ്റ് സിംപ്ലി -6 ലിറ്റർ അറ്റ്മോസ്ഫിയർ എന്ന് കിട്ടും. -6 ലിറ്റർ അറ്റ്മോസ്ഫിയർ. പക്ഷെ മക്കൾ നോക്കിക്കേ, എല്ലാ ഓപ്ഷനും ജൂളാണ്. അപ്പോൾ കിട്ടിയ റിസൾട്ട് ഏതിലാ? ലിറ്റർ അറ്റ്മോസ്ഫിയർ ആണ്. അപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ലിറ്റർ അറ്റ്മോസ്ഫിയറിനെ ജൂളിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ദ ക്വസ്റ്റ്യനിൽ തന്നെ വാല്യൂ പറഞ്ഞിട്ടുണ്ട്. 101.3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മറക്കരുത്, ലിറ്റർ അറ്റ്മോസ്ഫിയറിനെ ജൂളിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ആ റിസൾട്ടിനെ 101.3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സോ -6 × 101.3 ജൂൾ. സോ -607.8 ജൂൾ എന്ന് കിട്ടും. നമുക്കതൊരു അപ്രോക്സിമേഷനിൽ പറയാം -608 ജൂൾ എന്നാണ് കിട്ടുക. -608 ജൂൾ. സോ കറക്റ്റ് ഓപ്ഷൻ ബി. ഞാൻ പറഞ്ഞ കാര്യം, തെർമോഡൈനാമിക്സ് ചാപ്റ്ററിൽ ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ് വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രോബ്ലം. അത് 2 ടൈപ്പ് വർക്ക് പറഞ്ഞു. ഐസോതെർമൽ റിവേഴ്സിബിളും ഇറിവേഴ്സിബിളും. 2ലെയും ന്യൂമറിക്കൽ സോൾവ് ചെയ്യുന്ന പോയിൻറ്റ്സുകളും പറഞ്ഞു തന്നു. ഓക്കെ, ഇനി നമുക്ക് തെർമോഡൈനാമിക്സ് ചാപ്റ്ററിൽ എക്സാമിന് നീറ്റ് പേപ്പറിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ഏരിയ നോക്കണേ, ശ്രദ്ധിക്കാം. ഈ ചാപ്റ്ററിൽ ഒരു 5 ടോപ്പിക്സ് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. അതിലൊന്ന് ഇൻറ്റേർണൽ എനർജി എന്ന ടോപ്പിക്കാണ്. സെക്കൻഡ് ടോപ്പിക് വരുന്നത് എൻതാൽപ്പിയാണ്. ദെൻ അനദർ ടോപ്പിക് എൻട്രോപ്പിയാണ്. നെക്സ്റ്റ് ടോപ്പിക് ഫ്രീ എനർജിയാണ്. അനദർ ടോപ്പിക് ഹീറ്റ് കപ്പാസിറ്റിയാണ്. തെർമോഡൈനാമിക്സ് ചാപ്റ്ററിൽ മെയിനായിട്ട് വരുന്ന 5 സെക്ഷൻസ്, 5 മെയിൻ ടോപ്പിക്സുകൾ നോക്കിക്കേ. ഇൻറ്റേർണൽ എനർജി അതാണ് യു, എൻതാൽപ്പി എച്ച്, എൻട്രോപ്പി എസ്, ഫ്രീ എനർജി ജി, ദെൻ ഹീറ്റ് കപ്പാസിറ്റി സി. വളരെ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. അതിൽ ഫ്രീ എനർജിയും എൻട്രോപ്പിയും എന്ന ടോപ്പിക് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർ യുവർ നീറ്റ് പേപ്പർ. എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്നൊരു ഏരിയയാണ്. ഹീറ്റ് കപ്പാസിറ്റി, ഇതൊക്കെയും ഈ 5 ടോപ്പിക്കും നല്ലോണം ന്യൂമറിക്കൽ പ്രോബ്ലം ചോദിക്കും. അപ്പോൾ ഹീറ്റ് കപ്പാസിറ്റിയിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. മക്കൾ നോക്കിക്കേ, യു സി, ഇത് ഒരു അയൺ ബാർ ആണെന്ന് ഇമാജിൻ ചെയ്യും. ഹീറ്റ് കപ്പാസിറ്റിയുമായി കണക്ട് ചെയ്യുന്നൊരു ക്വസ്റ്റ്യൻ പറയാം. ഇത് ഒരു അയൺ ബാറാണ്.
മക്കളെ, ഈ അയൺ ബാറിൻ്റെ വെയിറ്റ് സപ്പോസ് ഇറ്റ് ഈസ് W ഗ്രാം വെയിറ്റുള്ള അയൺ ബാറിനെ ഹീറ്റ് ചെയ്തു. ഈ അയൺ ബാർ ഹീറ്റ് ചെയ്തപ്പോൾ ഇതിൻ്റെ ടെമ്പറേച്ചർ, സപ്പോസ് ഈ അയൺ ബാറിൻ്റെ ടെമ്പറേച്ചർ 300 കെൽവിൽ നിന്ന് 320 കെൽവിനായിട്ട് ഇൻക്രീസ് ചെയ്തു. ഈ അയൺ ബാറിൻ്റെ മോളാർ ഹീറ്റ് കപ്പാസിറ്റി തന്നിട്ടുണ്ട്. CM ഈസ് ഗിവൺ. റിമെമ്പർ, CM മീൻസ് മോളാർ ഹീറ്റ് കപ്പാസിറ്റി ഗിവൺ. അപ്പോൾ എന്തൊക്കെയാണ് പ്രോബ്ലം നോക്കിക്കേ. W ഗ്രാമുള്ള ഒരു അയൺ ബാർ, അതിൻ്റെ മോളാർ ഹീറ്റ് കപ്പാസിറ്റി CM ആണ്. അതിലേക്ക് ഹീറ്റ് ചെയ്തപ്പോൾ ആ അയൺ ബാറിൻ്റെ ടെമ്പറേച്ചർ 300 കെൽവിനിൽ നിന്ന് 320 കെൽവിനായിട്ട് ഇൻക്രീസ് ചെയ്തു. എങ്കിൽ വാട്ട് വിൽ ബി ദ എമൗണ്ട് ഓഫ് ഹീറ്റ് സപ്ലൈഡ് ടു ദ അയൺ ബാർ? ആ അയൺ ബാറിലേക്ക് നമ്മൾ കൊടുത്ത ഹീറ്റിൻ്റെ എമൗണ്ട് എത്ര? ഈ ടോപ്പിക്കിനകത്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. മക്കളെ, ജസ്റ്റ് നോക്കിക്കുക എന്തൊക്കെ ഇൻഫർമേഷൻ ആ ക്വസ്റ്റ്യനിൽ തന്നത്. അയൺ ബാറിൻ്റെ വെയിറ്റ് തന്നു, അയൺ ബാറിൻ്റെ മോളാർ ഹീറ്റ് കപ്പാസിറ്റി തന്നു, ഹീറ്റ് ചെയ്തപ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ ഒരു വാല്യൂവിൽ നിന്ന് വേറെ വാല്യൂ ആയിട്ട് ഇൻക്രീസ് ചെയ്തു. എങ്കിൽ എന്ത് കാണണം? എമൗണ്ട് ഓഫ് ഹീറ്റ് സപ്ലൈഡ് എത്ര എന്ന് കാണണം. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നീറ്റ് പേപ്പറിൽ പലപ്പോഴും വന്നിട്ടുണ്ട്. മക്കളെ, അത് സോൾവ് ചെയ്യാനുള്ള ഫോർമുല ഞാൻ പറഞ്ഞുതരാം. നോക്കൂ, മോളാർ ഹീറ്റ് കപ്പാസിറ്റിയാണ് കിട്ടുന്നതെങ്കിൽ ഇതാണ് ഫോർമുല. ഓർത്ത് വെച്ചോ. മോളാർ ഹീറ്റ് കപ്പാസിറ്റിൻ്റെ പ്രോബ്ലം തന്നാൽ ഈ ഫോർമുല ഓർക്കുക. എന്താ ഫോർമുല? Q ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു മോളാർ ഹീറ്റ് കപ്പാസിറ്റി ഇൻറ്റു ടെമ്പറേച്ചർ ഡിഫറൻസ്. ഈ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ നിങ്ങൾ ഈ ഫോർമുല യൂസ് ചെയ്യാം. എന്താ ഫോർമുല? Q എന്ന് പറഞ്ഞാൽ മക്കളെ അതിലേക്ക് സപ്ലൈ ചെയ്ത ഹീറ്റാണ്. N എന്ന് പറഞ്ഞാൽ ആ സബ്സ്റ്റൻസിൻ്റെ നമ്പർ ഓഫ് മോൾസ് ആണ്. CM എന്ന് പറഞ്ഞാൽ മോളാർ ഹീറ്റ് കപ്പാസിറ്റിയാണ്. ഡെൽറ്റ T എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ്. അപ്പം ഞാൻ ഈ പറഞ്ഞ പ്രോബ്ലത്തിൽ നോക്കിക്കേ, 300 കെൽവിനിൽ നിന്ന് 320ലേക്കല്ലേ ഇൻക്രീസ് ചെയ്തത്. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ ഡെൽറ്റ T എത്ര വരിക? 20 എന്നല്ലേ എടുക്കേണ്ടത്. ഓക്കെ. ഇനി ചില ക്വസ്റ്റ്യനിൽ നമ്പർ ഓഫ് മോൾസ് തരില്ല, പകരം ആ സബ്സ്റ്റൻസിൻ്റെ വെയിറ്റ് ആണ് തരിക. ഐ ടോൾഡ് യു W ഗ്രാം അയൺ ബാർ എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? നമ്പർ ഓഫ് മോൾസ് കാണണം. അങ്ങനത്തെ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ഫോർമുല ഈ രൂപത്തിൽ യൂസ് ചെയ്യാം. അതായത് ഈ Nന് പകരം N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾ, നമ്പർ ഓഫ് മോൾസിന് പകരം മക്കൾ എഴുതേണ്ടത് ഇതാ W ബൈ മോളാർ മാസ് എന്ന് കൊടുക്കുക. ശ്രദ്ധിക്കണം, W ബൈ മോളാർ മാസ്, ഗിവൺ മാസ് ബൈ മോളാർ മാസ് ഇൻറ്റു മോളാർ ഹീറ്റ് കപ്പാസിറ്റി ഇൻറ്റു ഡെൽറ്റ T. ആ ഫോർമുല ഈ സ്റ്റൈലിൽ യൂസ് ചെയ്യണം. മക്കളെ, ഞാൻ പറഞ്ഞ കാര്യം ഒന്ന് മൈൻഡ് സെറ്റാക്കിക്കേ. മോളാർ ഹീറ്റ് കപ്പാസിറ്റിൻ്റെ പ്രോബ്ലം എക്സാമിന് തന്നാൽ എമൗണ്ട് ഓഫ് ഹീറ്റ് കാണുന്ന രണ്ട് ഇക്വേഷൻസ് ഓർക്കുക. ഒന്ന് Q ഈക്വൽ ടു N ഇൻറ്റു മോളാർ ഹീറ്റ് കപ്പാസിറ്റി ഇൻറ്റു ഡെൽറ്റ T. വാട്ട് ഈസ് N? നമ്പർ ഓഫ് മോൾസ് എന്നല്ലേ. Q എന്ന് പറഞ്ഞാൽ ഹീറ്റാണ്, CM എന്ന് പറഞ്ഞാൽ മോളാർ ഹീറ്റ് കപ്പാസിറ്റിയാണ്, ഡെൽറ്റ T എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ഡിഫറൻസ് ആണ്. നമ്പർ ഓഫ് മോൾസ് തന്നിട്ടില്ലെങ്കിൽ വെയിറ്റ് ബൈ മോളാർ മാസ് എന്ന ഫോർമുല യൂസ് ചെയ്യണം. ക്ലിയർ? ഓക്കെ. യു സി വൺ ക്വസ്റ്റ്യൻ ബേസ്ഡ് ഓൺ ദിസ് പോയിന്റ്. നോക്കിക്കോളൂ, നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പ്രോബ്ലം ജസ്റ്റ് ഒന്ന് നോക്കിക്കേ പ്ലീസ്. മക്കളെ, വേഗം സ്ക്രീനിൽ കാണുന്ന ക്വസ്റ്റ്യനിലേക്ക് നോക്കൂ. കണ്ടോ? മോളാർ ഹീറ്റ് കപ്പാസിറ്റി ഓഫ് വാട്ടർ അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ഈസ് 75. കോൺസ്റ്റന്റ് പ്രഷർ ആയതുകൊണ്ടാണ് CP എന്ന് എഴുതിയത്. വാട്ടർ ഇറ്റ് മേ ബി അതൊരു മോളാർ ഹീറ്റ് കപ്പാസിറ്റിയാണ്. അപ്പോൾ നമുക്ക് പറയാം CM വാല്യൂ 75 ആണ്. ദെൻ 10 കിലോ ജൂൾ ഹീറ്റ് ഈസ് സപ്ലൈഡ്. ഈ പ്രോബ്ലത്തിൽ ഹീറ്റ് വാല്യൂ ഗിവൺ എത്രയാണ്? 10 കിലോ ജൂൾ. കിലോ ജൂളിനെ ജൂളാക്കാൻ ഞാൻ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. കിലോ ജൂളിനെ ജൂളിലേക്ക് മാറ്റാൻ ഞാൻ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ദെൻ 1 കിലോഗ്രാം വാട്ടറിലേക്കാണ് സപ്ലൈ ചെയ്തത്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ W 1 കിലോഗ്രാം ആണ്, അതിനെ ഗ്രാമിലാണ് എഴുതേണ്ടത്. ദാറ്റ് മീൻ 1000 ഗ്രാം. ദെൻ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ എത്ര എന്നാണ്? ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഡെൽറ്റ T ആണ് കാണേണ്ടത്. മക്കളെ, ഡാറ്റ നോക്കിക്കേ. മോളാർ ഹീറ്റ് കപ്പാസിറ്റി ഗിവൺ, സപ്ലൈ ചെയ്ത ഹീറ്റ് ഗിവൺ, W ഗിവൺ, കാണേണ്ടത് ഡെൽറ്റ T ആണ്. ഒന്ന് മക്കളെ റെഡിയാക്കിക്കേ. ഏത് ഫോർമുല സ്യൂട്ടബിൾ? ഞാൻ പറഞ്ഞു വെയിറ്റ് തന്നാൽ
ദ വെയിറ്റ് ഗിവൺ. വെയിറ്റ് തന്നാൽ ഏതാ ഫോർമുല? ജസ്റ്റ് റീകോൾ ചെയ്തേ. Q ഈക്വൽ ടു വെയിറ്റ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഇൻറ്റു മോളാർ ഹീറ്റ് കപ്പാസിറ്റി ഇൻറ്റു ഡെൽറ്റ ടി മീൻ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. നമുക്ക് ഇക്വേഷനിലൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ക്യൂവിൻ്റെ വാല്യൂ മക്കളെ, ക്യൂ എന്ന് പറഞ്ഞാൽ ഹീറ്റാണ്, ദാറ്റ് ഈസ് ഗിവൺ. കിലോ ജൂളിലാണ് തന്നത്, അതിനെ ഞാൻ ജൂളിലേക്ക് മാറ്റിയതാണ്. അപ്പോൾ 10 × 1000 അതാണ് ക്യൂവിൻ്റെ വാല്യൂ. W ദ വെയിറ്റ് 1000 ഗ്രാം ആണ്. വാട്ടറാണ്. ഞാൻ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ അയൺ ബാറാണ് പറഞ്ഞത്. ഇവിടെ തന്ന സബ്സ്റ്റൻസ് വാട്ടറാണ്. വാട്ടറിൻ്റെ മോളാർ മാസ് അറിയാലോ, 18 ആണ്. ദെൻ മോളാർ ഹീറ്റ് കപ്പാസിറ്റി 75 ആണ്. നമുക്ക് കാണേണ്ടത് ഡെൽറ്റ ടി അല്ലേ? നോക്കൂ, ഡെൽറ്റ ടി. ഒന്ന് ഫാസ്റ്റ് ആക്കാൻ കൊണ്ട് രണ്ട് സൈഡിൽ 1000 ഉണ്ട്, കട്ട് ചെയ്തു. രണ്ട് സൈഡിൽ നിന്ന് 1000 കട്ട് ചെയ്തു. ഇനി ഞാൻ എഴുതുന്നത് ഡെൽറ്റ ടി എത്ര എന്ന് എഴുതാൻ പോവാം. നോക്കിക്കേ, ഡെൽറ്റ ടി മക്കളെ ക്രോസ് ചെയ്യാം. 10 × 18 ഡിവൈഡഡ് ബൈ 75. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 10 × 18 180 ഡിവൈഡഡ് ബൈ 75. 180/75 നമുക്കറിയാം. 75 × 2 എന്ന് പറഞ്ഞാൽ 150 ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഡിവൈഡ് ചെയ്താൽ 180യെ 75 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വെരി ക്ലിയർ ആൻസർ 2 പോയിന്റിലല്ലേ സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനത്തെ ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. സോ കറക്റ്റ് ആൻസർ 2.4 എന്നാണ് വരിക. ക്ലിയർ? ഹീറ്റ് കപ്പാസിറ്റി ടോപ്പിക്കിൻ്റെ പ്രോബ്ലം ഈ രൂപത്തിലാണ് എക്സാമിന് വരാറ്. ഇനി തെർമോഡൈനാമിക്സിൽ പിന്നീട് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയയാണ്, ശ്രദ്ധിക്കുക, എൻതാൽപ്പി ചേഞ്ചും ഇൻറ്റേർണൽ എനർജി ചേഞ്ചും കണക്ട് ചെയ്യുന്ന പ്രോബ്ലം ചോദിക്കും. എന്താ ഡെൽറ്റ എച്ച് എന്ന് പറഞ്ഞാൽ? എൻതാൽപ്പി ചേഞ്ച്. വാട്ട് ഈസ് ഡെൽറ്റ യു? ഇൻറ്റേർണൽ എനർജി ചേഞ്ച്. ഡെൽറ്റ എച്ച് ആൻഡ് ഡെൽറ്റ യു മക്കളെ, ഇത് രണ്ടും കണക്ട് ചെയ്യുന്ന ഒരു ഫോർമുല ഉണ്ട്. യു സി ദാറ്റ് ഫോർമുല, ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ആർ ടി എന്നാണ് ഇക്വേഷൻ. ഒരു കെമിക്കൽ റിയാക്ഷനിൽ ഡെൽറ്റ എച്ചും ഡെൽറ്റ യു അത് രണ്ടും ലിങ്ക് ചെയ്യാനുള്ള ഫോർമുല എന്താ? ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ആർ ടി എന്നാണ്. അതിൽ ഡെൽറ്റ എൻ എങ്ങനെ കാണണമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഡെൽറ്റ എൻ കാണാൻ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാഷ്യസ് പ്രോഡക്റ്റ് അതിൻ്റെ സം എടുക്കണം. സിഗ്മ എന്ന് പറഞ്ഞാൽ സം ഓഫ് ഗ്യാഷ്യസ് മോൾസ് ഓഫ് പ്രോഡക്റ്റ് മൈനസ് സം ഓഫ് ഗ്യാഷ്യസ് മോൾസ് ഓഫ് റിയാക്റ്റൻ. ഈ ഡെൽറ്റ എൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഗ്യാസ് മാത്രമേ കൺസിഡർ ചെയ്യാൻ പാടുള്ളൂ മക്കളെ, സോളിഡും ലിക്വിഡും കൺസിഡർ ചെയ്യരുത്. ഇനി ഡെൽറ്റ എൻ വാല്യൂ 0 എന്ന് വിചാരിക്കും. ഒരു കെമിക്കൽ റിയാക്ഷനിൽ ഡെൽറ്റ എൻ 0 വന്നാൽ നോക്കൂ, ഈ ഫോർമുലയിൽ ഡെൽറ്റ എൻ 0 വന്നാൽ ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് 0 × ആർ ടി എന്നല്ലേ വരിക. അപ്പോൾ ഈ ഫാക്ടർ മൊത്തം 0 ആവുമല്ലോ. അപ്പോൾ എന്താ പോയിന്റ്? ഡെൽറ്റ എൻ 0 വന്നാൽ ആ റിയാക്ഷനിൽ ഡെൽറ്റ എച്ചും ഡെൽറ്റ യു ഈക്വൽ ആയിരിക്കും. അപ്പോൾ എൻതാൽപ്പി ചേഞ്ചും ഇൻറ്റേർണൽ എനർജി ചേഞ്ചും ഈക്വൽ ആകുന്നത് എപ്പോഴാണ്? ഡെൽറ്റ എൻ 0 വരണം. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. H2 + Cl2 gives 2HCl. നോക്കിക്കേ, റിയാക്റ്റൻ്റ് ഗ്യാസാണ്, പ്രോഡക്റ്റ് ഗ്യാസാണ്. ഈ റിയാക്ഷനിൽ നോക്കൂ, ഡെൽറ്റ എന്നിൻ്റെ വാല്യൂ 0 ആയിരിക്കും. കണ്ടോ, പ്രോഡക്റ്റിൻ്റെ നമ്പർ ഓഫ് മോള് 2 ആണ്. രണ്ട് റിയാക്റ്റൻറ്റും 1 മോൾ ഈച്ച് ആണ്. അതുകൊണ്ട് ഡെൽറ്റ എൻ വാല്യൂ 0 ആണ്. ഡെൽറ്റ എൻ 0 വന്നാൽ ആ റിയാക്ഷനിൽ ഡെൽറ്റ എച്ചും ഡെൽറ്റ യുവും ഈക്വൽ ആയിരിക്കും. ഇനി സപ്പോസ് PCl5 ഗ്യാസ് നോക്കൂ ഗീവ്സ് PCl3 + Cl2. മക്കളെ ഒന്ന് ട്രൈ ചെയ്തേ. ഇതിൽ ഡെൽറ്റ എന്നിൻ്റെ വാല്യൂ എത്ര? എങ്ങനെ ഡെൽറ്റ എൻ കാണേണ്ടത്? ഗ്യാഷ്യസ് പ്രോഡക്ട്സ് കണ്ടോ, 2 ഗ്യാഷ്യസ് പ്രോഡക്റ്റ് ഉണ്ട്. അതിൻ്റെ സമ്മിൽ നിന്ന് റിയാക്റ്റൻറ്റിൻ്റെ നമ്പർ ഓഫ് മോള് മൈനസ് ചെയ്യുക. അപ്പോൾ ഡെൽറ്റ എൻ എത്ര കിട്ടി? ഡെൽറ്റ എൻ 1 എന്നല്ലേ കിട്ടുന്നത്. എന്താ റിലേഷൻ ഓർത്തെ? ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ആർ ടി എന്നാണ്. മക്കളെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡെൽറ്റ യു പ്ലസ്
ഡെൽറ്റ എന്നിൻ്റെ വാല്യൂ 1 ആണ്. 1 ഇൻറ്റു ആർ ടി. ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ആർ ടി. സോ വാട്ട് ഈസ് ദ കൺക്ലൂഷൻ ഹിയർ? ഡെൽറ്റ എച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ഡെൽറ്റ യു. ഈ റിയാക്ഷനിൽ എൻതാൽപ്പി ചേഞ്ച് ആണ് ഇൻറ്റേർണൽ എനർജിയേക്കാൾ ഗ്രേറ്റർ ആവുക. അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ടത് എങ്ങനെയാണ്? ഡെൽറ്റ എൻ വാല്യൂ പോസിറ്റീവ് ആയാൽ ഡെൽറ്റ എച്ച് ഗ്രേറ്റർ ദാൻ ഡെൽറ്റ യു ആയിരിക്കും. പഠിക്കേണ്ട പോയിന്റ്, പഠിച്ചിരിക്കേണ്ട പോയിന്റ് എന്താ? ഇഫ് ഡെൽറ്റ എൻ ഈസ് പോസിറ്റീവ്, ഡെൽറ്റ എച്ച് വിൽ ബി ഗ്രേറ്റർ ദാൻ ഡെൽറ്റ യു. എപ്പോഴാണ് ഈക്വൽ ആവുക? രണ്ടും, അതായത് ഡെൽറ്റ എച്ചും ഡെൽറ്റ യും ഈക്വൽ ആകുന്നത് എപ്പോഴാണ്? ഡെൽറ്റ എൻ വാല്യൂ 0 വരുമ്പോൾ. നമുക്ക് വേറൊരു എക്സാമ്പിളിലേക്ക് പോകാം. യു സി N2 + 3H2. N2 + 3H2 gives 2NH3. കണ്ടോ? എല്ലാ റിയാക്റ്റൻറ്റും ഗ്യാസാണ്, കിട്ടിയ പ്രോഡക്റ്റും ഗ്യാസാണ്. അപ്പോൾ ഈ റിയാക്ഷനിൽ നിങ്ങളൊന്ന് പറഞ്ഞേ, ടെൽ മീ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഡെൽറ്റ എൻ? കമോൺ പ്ലീസ്. റിയാക്റ്റൻറ്റ് പ്രോഡക്റ്റും നമ്പർ ഓഫ് മോൾ കൃത്യമായിട്ട് നോക്കിക്കേ. പ്രോഡക്റ്റിൻ്റെ നമ്പർ ഓഫ് മോൾ 2 ആണ്. റിയാക്റ്റൻസിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് മോൾ 4 ആണ്. അപ്പോൾ ഡെൽറ്റ എൻ എത്ര കിട്ടി? -2 എന്നല്ലേ കിട്ടുന്നത്? എന്താ ഫോർമുല റീകോൾ ചെയ്തേ? ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ആർ ടി എന്നാണ്. ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡെൽറ്റ യു മൈനസ് ഡെൽറ്റ എൻ വാല്യൂ മൈനസ് ആണ്, 2 ഇൻറ്റു ആർ ടി. ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു മൈനസ് 2 ആർ ടി. അപ്പോൾ നിങ്ങളൊന്ന് പറ, ഇതിലേതാ ഗ്രേറ്റർ? ഡെൽറ്റ എച്ച് ആണോ ഗ്രേറ്റർ, അതല്ല ഡെൽറ്റ യു ആണോ ഗ്രേറ്റർ? വെരി ക്ലിയർ. ഇവിടെ ഡെൽറ്റ എച്ച് ലെസ് ദാൻ ഡെൽറ്റ യു. ഇവിടെ ഗ്രേറ്റർ ആകുന്നത് ഡെൽറ്റ യു ആണ്. അപ്പോൾ മക്കളെ എപ്പോഴാണ് ഡെൽറ്റ യു ഗ്രേറ്റർ ആവുക? പഠിക്ക്, ഡെൽറ്റ എൻ നെഗറ്റീവ് ആകുമ്പോൾ. അപ്പോൾ 3 കൺക്ലൂഷൻ പോയിന്റ് ഇതിനകത്ത് പഠിച്ചിരിക്കണം. അതിലൊന്ന്, ഡെൽറ്റ എൻ 0 വന്നാൽ ഡെൽറ്റ എച്ചും ഡെൽറ്റ യു ഈക്വൽ ആയിരിക്കും. പോയിന്റ് നമ്പർ 2, ഇഫ് ഡെൽറ്റ എൻ ഈസ് പോസിറ്റീവ്, ഡെൽറ്റ എച്ച് വിൽ ബി ഗ്രേറ്റർ ദാൻ ഡെൽറ്റ യു. പോയിന്റ് നമ്പർ 3, ഇഫ് ഡെൽറ്റ എൻ ഈസ് നെഗറ്റീവ്, ഡെൽറ്റ എച്ച് ലെസ് ദാൻ ഡെൽറ്റ യു. മക്കളെ അതിനിടയിൽ പറയാണ്, വി ആർ ഗിവിങ് ഡോപ്പ ക്ലാസ്സസ്. ഡോപ്പൻ്റെ ഡോപ്പ ക്രാഷ് ക്യാപ്സൂൾ പ്രോഗ്രാം 2, ഡോപ്പ ക്രാഷ് ക്യാപ്സൂൾ പ്രോഗ്രാം 2 അതിൻ്റെ സെക്കൻഡ് ഫേസ് ഉടനെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. എല്ലാ ചാപ്റ്ററും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ന്യൂമറിക്കൽസ് ഒക്കെ ഒത്തിരി ഷോർട്ട് കട്ട് മെത്തേഡിലാണ് ആ പ്രോഗ്രാം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഡോണ്ട് മിസ് ദാറ്റ് ക്ലാസ്. ഓക്കെ, തെർമോഡൈനാമിക്സ് എന്നല്ല, എല്ലാ ചാപ്റ്റേഴ്സും അതിലെ ഒരുപാട് ന്യൂമറിക്കൽ പ്രോബ്ലം വളരെ ഈസി ആൻഡ് ഷോർട്ട് കട്ട് മെത്തേഡിൽ, ട്രഡീഷണൽ മെത്തേഡിലല്ല, കുറേ ഷോർട്ട് കട്ട്സ് ആൻഡ് ട്രിക്സ് ആൻഡ് ടെക്നിക്സ് ഉണ്ട് എല്ലാ ഫിസിക്കൽ കെമിസ്ട്രിയിലും അതേപോലെ ഓർഗാനിക്കിലും ഒക്കെ. അങ്ങനത്തെ ഒരു വളരെ ബ്യൂട്ടിഫുള്ളായ ഒരു പ്രോഗ്രാമാണ് നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്തിട്ടുള്ളത്. ഡോപ്പ ക്യാപ്സൂൾ പ്രോഗ്രാം എല്ലാവരും അറ്റൻഡ് ചെയ്യണം. ബി എ പാർട്ട് ഓഫ് ഡോപ്പ. നിങ്ങളെ ഡ്രീം ഫുൾഫിൽ ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്നതിൻ്റെ കൂടെ ഞാനൊന്ന് പറയാം. ഓക്കെ, കം ടു ദിസ് പോയിന്റ്. യു സീ എ ക്വസ്റ്റ്യൻ, ലിസൺ. കൺസിഡറിങ്, നോക്കൂ, ബോർഡിലേക്കൊന്ന് സ്ക്രീനിലേക്കൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. യു സീ എ ഈസി ക്വസ്റ്റ്യൻ. കൺസിഡർ എ റിയാക്ഷൻ. നോക്കൂ, CO + half O2 gives CO2. ഓപ്ഷൻസ്, ഫുള്ള് ഓപ്ഷൻസ് തന്നത് ഹൗ ആർ ഡെൽറ്റ ഇ ആൻഡ് ഡെൽറ്റ എച്ച് റിലേറ്റഡ് എന്നാണ്. മക്കളെ ഈ ഡെൽറ്റ ഇ എന്ന് പറയുന്നത് ഡെൽറ്റ യു, അത് 2 സിമ്പിൾ യൂസ് ചെയ്യാറുണ്ട്. പുതിയ NCERT ബുക്കിലൊക്കെ ഡെൽറ്റ യു എന്നാണ്. അതിൻ്റെ പഴയ സിമ്പിളാണ് ഡെൽറ്റ ഇ. രണ്ടും ഒരേ മീനിങ് ആണ്, ഇൻറ്റേർണൽ എനർജി ചെയിൻ. ഇത് രണ്ടും എങ്ങനെയാണ് റിലേഷൻ എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നോക്കൂ മക്കളെ, റിലേഷൻ കിട്ടണമെങ്കിൽ എന്ത് വേണം? ഡെൽറ്റ എൻ അറിയണം. എങ്ങനെയാണ് ഡെൽറ്റ എൻ അറിയാം? പ്രോഡക്റ്റിൻ്റെ നമ്പർ ഓഫ് മോൾ 1 ആണ്. റിയാക്റ്റൻറ്റിൻ്റെ ടോട്ടൽ നമ്പർ ഇവിടെ 1ഉം ഇവിടെ 1/2ഉം, അപ്പോൾ 1.5 ആണ്. അപ്പോൾ ഡെൽറ്റ എൻ വാല്യൂ എത്ര കിട്ടി? -0.5 എന്നല്ലേ കിട്ടുന്നത്. എന്താ റിലേഷൻ? ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു, അതിന് പകരമാണ് ഞാൻ ഡെൽറ്റ ഇ എന്ന് എഴുതുന്നത്. ഡെൽറ്റ ഇ പ്ലസ് ഡെൽറ്റ എൻ ആർ ടി എന്നാണ് ഇക്വേഷൻ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ ഇ മൈനസ്
0.5 ഇൻറ്റു ആർ ടി. ഇതല്ലേ റിലേഷൻ നോക്കിക്കേ. ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ ഇ മൈനസ് 0.5 ഇൻറ്റു ആർ ടി. യു സി ഏത് ഓപ്ഷനാ? ഫസ്റ്റ് ആൻസർ, ഫസ്റ്റ് ഓപ്ഷനാണ് ആൻസർ. ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ ഇ മൈനസ് 0.5 ആർ ടി. ഞാൻ പറഞ്ഞ കാര്യം ഓർക്കരുത്, നമ്മുടെ ക്രാഷ് പ്രോഗ്രാം ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് എ ക്രാഷ് പ്രോഗ്രാം. എല്ലാ ചാപ്റ്ററും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അത് തന്നെ വളരെ ഷോർട്ട് കട്ട് ട്രിക്സ് ആൻഡ് ടെക്നിക്സിലാണ് എല്ലാ കെമിസ്ട്രി ചാപ്റ്ററും സെറ്റ് ചെയ്തിട്ടുള്ളത്. മക്കൾ ആ പ്രോഗ്രാം മിസ് ചെയ്യരുത്. ബി എ പാർട്ട് ഓഫ് ഡോപ്പ ക്രാഷ് പ്രോഗ്രാം. ഓക്കെ, ഇനി നമുക്കിതിനകത്ത് ചോദിക്കുന്ന മറ്റൊരു പോയിന്റ്, ലിസൺ. തെർമോഡൈനാമിക്സ് ചാപ്റ്ററിൽ ചോദിക്കുന്ന മറ്റൊരു ഏരിയയാണ് ബോണ്ട് എൻതാൽപ്പി വാല്യൂ നിങ്ങൾക്ക് തരും. ശ്രദ്ധിക്കണം, ആ ചാപ്റ്ററിൻ്റെ ചില മെയിൻ പോയിന്റ്സിലൂടെയാണ് ഇങ്ങനെ പോകുന്നത്. ബോണ്ട് എൻതാൽപ്പി വാല്യൂ വിൽ ബി ഗിവൺ. മക്കളെ, ബോണ്ട് എൻതാൽപ്പി തന്നിട്ട് യു ആർ ആസ്ക്ഡ് ടു കാൽക്കുലേറ്റ് ഡെൽറ്റ എച്ച്. ഒരു കെമിക്കൽ റിയാക്ഷനിൽ ബോണ്ട് എൻതാൽപ്പി തന്നിട്ട് അതിൻ്റെ ഡെൽറ്റ എച്ച് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും. അപ്പോൾ അതിൻ്റെ ഫോർമുല ഇതാണ്: ഡെൽറ്റ എച്ച് ഈക്വൽ ടു സിഗ്മ ബോണ്ട് എൻതാൽപ്പി ഓഫ് റിയാക്റ്റൻറ്റ് മൈനസ് സിഗ്മ ബോണ്ട് എൻതാൽപ്പി ഓഫ് പ്രോഡക്റ്റ് എന്നാണ്. വളരെ ഈസിയാണ് മക്കൾ, ഇതൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാം. ബോണ്ട് എൻതാൽപ്പി വാല്യൂ തന്നാൽ ഡെൽറ്റ എച്ച് കാണാനുള്ള ഇക്വേഷനാണ് സം ഓഫ് ബോണ്ട് എൻതാൽപ്പി ഓഫ് റിയാക്റ്റൻറ്റ് മൈനസ് സിഗ്മ ബോണ്ട് എൻതാൽപ്പി ഓഫ് പ്രോഡക്റ്റ്. നോക്കിക്കേ, നിങ്ങളെ നീറ്റ് പേപ്പറിൽ തന്നെ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. യു സി ദിസ് ക്വസ്റ്റ്യൻ. ഡെൽറ്റ എച്ച് ആണ് കാണേണ്ടത്. മക്കൾ നോക്കൂ, ഡെൽറ്റ എച്ച് OF2 പ്ലസ് വാട്ടർ ഗീവ്സ് O2 പ്ലസ് 2HF. കണ്ടോ, ബോണ്ട് എൻതാൽപ്പി ഗിവൺ. നോക്കിക്കേ, കണ്ടോ, തന്ന ഡാറ്റ ബോണ്ട് എൻതാൽപ്പിയാണ്. ഓരോ ബോണ്ടിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, കാണേണ്ടത് ഡെൽറ്റ എച്ച് ആണ്. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ എങ്ങനെ സോൾവ് ചെയ്യുക പറഞ്ഞുതരാം. നമ്മൾ ഓരോ റിയാക്റ്റൻറ്റിൻ്റെയും ബോണ്ട് വരയ്ക്കണം. മക്കളെ, OF2 എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ വരയ്ക്കണം. ഇതാണ് OF2. പ്ലസ് വാട്ടർ എന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ ഓക്സിജൻ ബോണ്ട് വരയ്ക്കണം. ഗിവ്സ് പ്രോഡക്റ്റ് O2 എന്ന് പറയുമ്പോൾ ഓക്സിജൻ ഓക്സിജൻ ഡബിൾ ബോണ്ടാണ്. പ്ലസ് പിന്നെ 2HF. അപ്പോൾ എക്സാമിന് ശ്രദ്ധിച്ചോ, ഏത് റിയാക്ഷൻ ആണോ തന്നത് അതിൻ്റെ കംപ്ലീറ്റ് ബോണ്ടുകൾ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് വരയ്ക്കുക. ഇനി അതിൻ്റെ ഫോർമുല അപ്ലൈ ചെയ്യുക. ഡെൽറ്റ എച്ച് സിഗ്മ ബോണ്ട് എൻതാൽപ്പി റിയാക്റ്റൻറ്റ് മൈനസ് സിഗ്മ ബോണ്ട് എൻതാൽപ്പി പ്രോഡക്റ്റ് എന്ന് കൊടുക്കുക. നമുക്കൊരു എൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നോക്കിക്കേ, ഓക്സിജൻ ഫ്ലൂറിൻ ആണ് ബോണ്ട്. അങ്ങനത്തെ എത്ര ഓക്സിജൻ ഫ്ലൂറിൻ ഉണ്ട് നോക്കിക്കേ. ഇതിൽ 2 ഓക്സിജൻ ഫ്ലൂറിൻ ഉണ്ട്. അപ്പോൾ 2 ഇൻറ്റു യു സി 2 ഇൻറ്റു ഓക്സിജൻ ഫ്ലൂറിൻ വാല്യൂ നോക്കൂ 44 ആണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ 44 എന്ന് എഴുതാം. പ്ലസ് ഇനി വാട്ടറിൽ 2 ബോണ്ട് ഉണ്ട്, ഓക്സിജൻ ഹൈഡ്രജൻ ബോണ്ട്. അങ്ങനത്തെ 2 ഉണ്ട്. 2 ഇൻറ്റു ദാറ്റ് വാല്യൂ ഗിവൺ കണ്ടോ 111 111 ആണ്. 111 മൈനസ് ഇനി പ്രോഡക്റ്റ് നോക്കൂ O2 വാല്യൂ യു സി O2 വാല്യൂ ഗിവൺ ആസ് 135 പ്ലസ് ദെൻ പ്രോഡക്റ്റ് 2HF ആണ്. 2 ഇൻറ്റു HF വാല്യൂ 119 ആണ്. നോക്കിക്കേ, 2 ഇൻറ്റു 44 പ്ലസ് 2 ഇൻറ്റു 111 മൈനസ് 135 ഇൻറ്റു 2 ഇൻറ്റു 119. ഇത് സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ സം ഓഫ് പ്രോഡക്റ്റ് മൈനസ് സം ഓഫ് റിയാക്റ്റൻറ്റ് മൈനസ് സം ഓഫ് പ്രോഡക്റ്റ്. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്കൊരു ആൻസർ കിട്ടും. ശ്രദ്ധിക്കേണ്ടത്, ബോണ്ട് എൻതാൽപ്പി ടോപ്പിക്കിൽ മാത്രമേ സം ഓഫ് റിയാക്റ്റൻറ്റ് മൈനസ് സം ഓഫ് പ്രോഡക്റ്റ് എന്ന് യൂസ് ചെയ്യുള്ളൂ. ബാക്കി തെർമോഡൈനാമിക്സിലെ എല്ലാ ഇക്വേഷനും സം ഓഫ് പ്രോഡക്റ്റ് മൈനസ് സം ഓഫ് റിയാക്റ്റൻ്റ് ആണ്. മക്കൾ മറന്നു പോകരുത്, ബോണ്ട് എൻതാൽപ്പി ഫോർമുലയിൽ മാത്രമേ റിയാക്റ്റൻറ്റ് മൈനസ് പ്രോഡക്റ്റ് എന്ന് വരുള്ളൂ. ബാക്കി എല്ലാ തെർമോഡൈനാമിക്സ് ക്വസ്റ്റ്യനും തെർമോഡൈനാമിക്സ് ഇക്വേഷനും സം ഓഫ് പ്രോഡക്റ്റ് മൈനസ് സം ഓഫ് റിയാക്റ്റൻ്റ് എന്നാണ് യൂസ് ചെയ്യുക. ക്ലിയർ? ഇതാണ് ഞാൻ ചാപ്റ്ററിൻ്റെ ചില മെയിൻ പോയിൻറ്റ്സിലൂടെ ഒന്ന് പോയതാണ്. മക്കളെ, ഞാൻ പറഞ്ഞു ക്രാഷ് പ്രോഗ്രാമിൻ്റെ പാർട്ടാവാൻ എല്ലാവരെയും വളരെ സന്തോഷത്തോടു കൂടി ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യാണ്. ദാറ്റ്സ് ഓൾ. താങ്ക്സ് ടു ഓൾ. സി യു നെക്സ്റ്റ് ടൈം. ഓക്കെ, ഗുഡ് ബൈ.
അത് കഴിഞ്ഞു. ആ ഞാൻ ചെയ്തു. അപ്പോൾ ആ ലൈവ്